എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനസ്സ് എങ്ങനെ നന്നാക്കിയെടുക്കാം? നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് ചീത്തയാകുന്നത്? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അതിനുള്ള പ്രതിവിധി എന്താണ്? എങ്ങനെ അതിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടാം? അതായത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, മോട്ടിവേഷണൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുക, മോട്ടിവേഷണലായിട്ടുള്ള ആൾക്കാരുമായി കൂട്ടുകൂടുക, പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാരുമായി കൂട്ടുകൂടുക. അങ്ങനെ പല വഴിയിൽ കൂടെയും നമ്മളുടെ മനസ്സ് നന്നാക്കിയെടുക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളിലാണ് വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അങ്ങനെ ഒരു ജനറേഷനെ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ദൈവത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഈ ചീത്ത വഴിയിലേക്ക്, ചിന്തയിലേക്ക് നമ്മളുടെ മനസ്സ് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ചെറിയ സംഭവം പറയാം. ഗുരുവിൻ്റെ ആശ്രമത്തിൽ കുറേ കുട്ടികൾ വന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, പലപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യം വരുന്നു, അതിന് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരാമോ? അപ്പോൾ ഗുരുജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ റൂമിൽ ഒരു പൊട്ടാറ്റോ കൊണ്ടുവെക്കുക. ഇത് പറഞ്ഞത് അനുസരിച്ച് കുട്ടികൾ ദേഷ്യം വരുന്ന ഓരോ സമയവും ഓരോ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് അവരുടെ റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടാറ്റോയുടെ എണ്ണങ്ങൾ ഇങ്ങനെ കൂടിയെങ്കിലും ആദ്യം കൊണ്ടുവച്ച പൊട്ടാറ്റോസ് കേടുവന്ന് വാസന വരാൻ തുടങ്ങി, സഹിക്കാൻ പറ്റാത്ത ഗന്ധം വരാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ ഗുരുജിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഗുരുജി പറഞ്ഞ പ്രകാരം ഞങ്ങൾ പൊട്ടാറ്റോ കൊണ്ടുവച്ചു. ഓരോ പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും പൊട്ടാറ്റോ റൂമിൽ കൊണ്ടുവച്ചു. പക്ഷേ ആദ്യം കൊണ്ടുവച്ച പൊട്ടാറ്റോ എല്ലാം കേടുവന്നു, അത് വാസനിക്കാൻ തുടങ്ങി, സഹിക്കാൻ പറ്റാത്ത വാസന. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് കൊണ്ടുവെക്കുന്നത് നിർത്തട്ടെ, വേറെ വല്ല വഴിയും പറഞ്ഞു തരാമോ? അപ്പോൾ ഗുരുജി മറുപടിയായിട്ട് പറഞ്ഞു, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം വരുമ്പോൾ കേടുവരുന്നത് നിങ്ങളുടെ മനസ്സും ഹൃദയവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ പക വരുമ്പോൾ, അല്ലെങ്കിൽ അസൂയ വരുമ്പോൾ, അല്ലെങ്കിൽ കുശുമ്പ് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും തന്നെയാണ് കേടുവരുന്നത് എന്ന് അറിയുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടണമെങ്കിൽ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. അത് മാത്രമേ അതിന് വഴിയുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ ബൈ.